തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണത്തിന് ശേഷം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വൈദ്യുതി മുടങ്ങിയത് മുതലുള്ള ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നായിരുന്നു വകുപ്പുകളുടെ ഇടപെടൽ. ന്യൂസ് മലയാളം ഇംപാക്ട്. ഇരുട്ടിലായ SIT ആശുപത്രിയുടെ വാർത്ത ആദ്യം പുറത്തെത്തിച്ചത് ന്യൂസ് മലയാളമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിസന്ധി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചെങ്കിലും ജീവനക്കാർ മുഖം തിരിച്ചു. നിരന്തരമായ ഇടപെടലിന് പിന്നാലെ 4 മണിക്കൂറിന് ശേഷം വൈദ്യുതി എത്തി. പിന്നാലെ മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ നേരിട്ടെത്തി സ്ഥിതി പരിശോധിച്ചു. ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീഴ്ചയുണ്ടായെന്ന് മന്ത്രി സ്ഥിരീകരിച്ചു. പകല് KCBക്ക് 2-3 മണിക്കൂർ അവർക്ക് വർക്കുണ്ടായിരുന്നു, പക്ഷെ നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ ആ പവർ സപ്ലൈ പോയപ്പോൾ ബാക്കപ്പ് ജനറേറ്ററുണ്ട്, ആ ബാക്കപ്പ് ജനറേറ്ററിൽ പ്രവർത്തിച്ചിരുന്നു. 5:30 ആയപ്പോൾ കറണ്ട് പവർ സപ്ലൈ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പോൾ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൽ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. എല്ലാ ആശുപത്രികളിലും സുരക്ഷാ ഓഡിറ്റ് കൃത്യമായി നടത്താറുണ്ട്. എന്നിട്ടും SIT ആശുപത്രിയിൽ എന്ത് സംഭവിച്ചു എന്നതാകും അന്വേഷണ പരിധിയിൽ വരിക. അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2-2.5 മണിക്കൂറോളം ഈ ആശുപത്രിയുടെ നമ്മുടെ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കറണ്ട് പോയത് സംബന്ധിച്ച് ഉന്നത സാങ്കേതിക അന്വേഷണം, അതായത് സാങ്കേതിക വിദഗ്ധരുടെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതാണ്. അതാണ് കാരണം നമുക്ക് ബാക്കപ്പ് ജനറേറ്ററുണ്ട്, പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ജനറേറ്ററുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട്. പക്ഷേ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത്. വീഴ്ചയെക്കുറിച്ച് മാത്രമല്ല, ആശുപത്രിയിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തെക്കുറിച്ചും പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടിയെക്കുറിച്ചും ആശുപത്രിക്കുള്ളിൽ സംഭവിച്ചതിനെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. 3.5 മണിക്കൂർ വൈദ്യുതി നിലച്ചത് ഗുരുതര പ്രശ്നമെന്നതിൽ തർക്കമില്ല. അന്വേഷണവും കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി എന്നുമാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ ഷമീമിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.